ഹലോ മുത്തുമണീസ്. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ ആരംഭിക്കായി. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയത്തതേ പൂച്ചക്കുട്ടികൾ ഇവിടെയൊക്കെ കളിച്ചിട്ട് ഹെൽമെറ്റൊക്കെ തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവന്മാരിടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരേ പണി തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ഇപ്പോൾ തോർച്ചയുണ്ട്. നേരം വിളിക്കണ നേരത്തൊക്കെ നല്ല മഴ തന്നെയായിരുന്നു. അതിന് ശേഷവും പിന്നെ മഴ തുടങ്ങിയിട്ടാണ് ഒന്നും കൂടി ബലമായിട്ട് കാര്യമായിട്ട് മഴ പിടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം മഴ കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ നമ്മൾ അരി ഇട്ടു. മഴ പെയ്താലും ആർക്ക് അപകടങ്ങളും ആപത്തുകളെല്ലാം വരാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ അതെ നമ്മൾ ഇന്ന് മുട്ട റോസ്റ്റാണ്. അപ്പം മുട്ട നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെ നമ്മൾ ഇത് അരിഞ്ഞു കഴിഞ്ഞ് നമുക്കിന്ന് ചാലക്കുടി വരെ പോകേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ആളും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കൂട്ടാ. പെട്ടെന്ന് പണികൾ കഴിക്കുന്നു. ഇന്നലെ പയറൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കായ മാത്രം അരിഞ്ഞാൽ മതിയല്ലോ. നേരം വിളിച്ച് പയർ നന്നാക്കാൻ നിന്നാൽ പിന്നെ സമയം പോകണത് അറിയില്ല. അപ്പോൾ ആ പണികളൊക്കെ നമ്മൾ വേഗം കഴിച്ചു. പിന്നെ മീനും ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് നമ്മൾ റേഷനരി ആയതുകൊണ്ട് നമ്മുടെ പെട്ടെന്ന് ഇപ്പം അങ്ങോട്ട് വേവില്ല. ഇപ്പോൾ റേഷനരി തിന്ന് എന്താ പറയുക, റേഷനരിയോട് ഇപ്പോൾ വലിയ താല്പര്യമായി. ആദ്യമൊക്കെ ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഇപ്പോൾ റേഷനരി നമുക്ക് തിന്നാൻ നല്ല സ്വാദാണ്, കുഴപ്പമൊന്നുമില്ല. പണ്ടത്തെ റേഷനരിയുടെ പോലത്തെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ചൂടുവെള്ളം വെച്ച് കഴുകി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ അതെ നമ്മൾ മീൻകറിയൊക്കെ ശരിയാക്കി. അപ്പോൾ പച്ചമാന്തളാണ്. ഇന്നലെ നമ്മൾ രാത്രി ചൂടാ അങ്ങോട്ട് വറുത്തങ്ങോട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ പകുതി പച്ചമാന്തൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായി. അത് ചാറും വെച്ചു. നമ്മുടെ കിളിമീൻ പൊരിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി മുട്ട റോസ്റ്റും ആദ്യമേക്ക് കൊടുത്തു. പിന്നെ ദേ നമ്മൾ മീൻകറിയൊക്കെ താളിച്ചു, പയറുപ്പേരിയും താളിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു. അപ്പോൾ ഇന്ന് ദേ നമ്മുടെ മൊയ്തീന് ഇന്ന് പോവാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. അപ്പോൾ തണുപ്പുള്ള കാരണം കൊണ്ടാകുന്നുണ്ട് ആളിങ്ങനെ തണുത്ത് വിറക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അപ്പുക്കുട്ടൻ ദേ മാളുകുട്ടിക്ക് ഒരു പങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ ശാന്ത ചേച്ചിയും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ചാലക്കുടിയിൽ പോയി. ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ വിശന്ന് കുടൽ കരിഞ്ഞപ്പോൾ വേഗം ഞങ്ങളുടെ സോറമ്മ ഞങ്ങൾക്ക് ഫുഡ് മേടിച്ച് തന്നു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ചക്കിക്കുപ്പയുടെ അടുത്തേക്ക് ഒന്ന് പോയി. ചക്കിക്കുപ്പയ്ക്ക് സ്കൂളിൽ പാചകമാണ്. അപ്പോൾ ഇന്ന് അവിടെ പച്ചപ്പയറും ഉണക്കപ്പയറും കായും ഉപ്പേരിയായിരുന്നു കേട്ടോ. കായല്ല, കപ്പയ്ക്ക. പിന്നെ ദേ നമ്മൾ 4 മണിക്ക് വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് കഴിച്ചു. നമ്മുടെ മണിക്കുട്ടിന് കൊക്കുവട ഭയങ്കര ഇഷ്ടമാണ്. കൊക്കുവട ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ നമുക്ക് രാത്രിയായി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ രാത്രിക്ക് ദേ പച്ചപ്പയറും പായും കയറും അല്ല പച്ചപ്പയറും കായും ഉപ്പേരി. പിന്നെ നമുക്ക് കിളിമീൻ വറുത്തത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതൊക്കെയാണ് വെച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ലോങ് വീഡിയോ ഇപ്പോൾ ഇടാൻ സമയമേ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇടാത്തതും. പക്ഷെ എൻ്റെ വീഡിയോസിന് ഇപ്പോൾ സപ്പോർട്ടൊന്നും ഇല്ല, ആരും കാണുന്നതന്നെ. അത് കാരണം കൊണ്ട് ലോങ് വീഡിയോ ഇടാനായിട്ട് ഭയങ്കര സങ്കടമാണ്. ആരും കാണുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് ആഞ്ഞു പിടിച്ച് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് വാച്ച് ടൈം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.